ഹായ്. എല്ലാവരും പറഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ താങ്ക്സ് ടു സന്ദേശ് സാർ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെക്കുകയാണ്, കാരണം ഇവിടെ ആൾറെഡി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഏരിയയിലേക്ക് പോകുന്നില്ല. ഇവിടെ നിൽക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ കേവലം ഒരു അച്ചീവർ ആയതുകൊണ്ടല്ല. അച്ചീവറിനപ്പുറം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ സ്റ്റാഫൊക്കെ വന്നു ഈ അച്ചീവറിൻ്റെ ഒരു മൂഡിലേക്ക് വാ. എനിക്കത് ഫീലായിട്ടില്ല. കഴിഞ്ഞ റിസൾട്ട് വന്നപ്പം ഇവിടെ പല ആളുകളും റിസൾട്ട് നോക്കിയിട്ട് പിന്നെ രാത്രി ഞാൻ നോക്കിയിട്ട് അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു നമുക്കുള്ളൊരു ക്യൂരിയോസിറ്റി, നമ്മളെ പഠിപ്പിച്ച കുട്ടികളൊക്കെ എവിടെ എത്തി എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ചെറിയൊരു ശതമാനമാണെങ്കിലും അവിടെ വിജയത്തിൽ ചെറിയൊരു പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതിൽ വലിയൊരു സന്തോഷം. പിന്നെ ഇവിടെ ഒരുപാട് പേര് സംസാരിച്ചു. ഇതിലൊക്കെ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഫോർ ആൻഡ് മോസ്റ്റ് പോയിൻ്റ് എന്നുള്ളത് നെവർ ഗിവ് അപ്പ് എന്നുള്ളതാണല്ലേ. ഒരുപാട് നിങ്ങൾക്ക് കിട്ടിയ എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ പറഞ്ഞതിലൊക്കെ എല്ലാവരും പറഞ്ഞു വെക്കുന്ന ആ പോയിന്റിലേക്കാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഒരു മിനിറ്റ് സംസാരിച്ചിരിക്കും, ഒരു മണിക്കൂർ സംസാരിക്കാൻ കൊടുത്താൽ സംസാരിക്കാനും മാത്രമല്ലേ അപ്പ് ആൻഡ് ഡൗൺസുള്ള ആളുകളാണല്ലേ. അവർക്ക് ഡിപ്രഷൻ ഉണ്ടായ സമയം, അവർക്ക് ഡൗൺ ആയ സമയം, അവരാളുകൾ തള്ളി പറഞ്ഞ സമയം, ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ വിവിധ കഥകൾ ചിലപ്പോൾ മൈക്കിന് മുന്നിലെങ്കിൽ നമ്മൾ പേഴ്സണൽ സംസാരിച്ചാൽ എല്ലാവർക്കും കഥ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്നു, നിങ്ങളിപ്പം എന്ത് ഏജ് ആയിട്ടുണ്ട്, നിങ്ങൾ എന്ത് പഠിച്ചു, നിങ്ങൾക്ക് എന്തൊക്കെ ടാലൻറ്റ് എന്നല്ല ഫാക്ടേഴ്സ് അല്ല. അതിനപ്പുറം നിങ്ങൾ എത്രത്തോളം ഇനിയുള്ള സമയം ഹാർഡ് വർക്ക് വിത്ത് സ്മാർട്ട് വർക്ക് വിത്ത് കൺസിസ്റ്റൻസി നിങ്ങൾ ചിലവഴിക്കാൻ തയ്യാറാവുന്നു, അതിലാണ് നിങ്ങൾ റിസൾട്ട് ഇരിക്കുന്നത്. പിന്നെ അച്ചീവേഴ്സായ ആളുകൾ, കുറച്ച് ആളുകൾ പോയിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ റോൾ മോഡൽ ഇവിടെ പറഞ്ഞു, ജയദീപ് സാറാണെങ്കിലും സന്ദേശ് സാറാണെങ്കിലും. അപ്പോൾ ഇവരൊക്കെ വലിയ ഓഫീസേഴ്സായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ വലിയ ഭാഗമാകാൻ ഇവരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര നേരം ശ്രമം നമ്മളിൽ നിന്ന് ഉണ്ടാവണം സ്വാഭാവികമായിട്ട്. കാരണം അച്ചീവേഴ്സായിട്ടുള്ള ആളുകൾ ഇനി മുതൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ വാക്കുകൾ കേൾക്കാൻ ഇനി കുട്ടികൾ തയ്യാറാവുന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക്, നിങ്ങൾ പറയുകയാണ് ഇത്ര മണിക്കൂർ ഇന്ന വിഷയത്തിലിരിക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന് ഫോളോ ചെയ്യാൻ നൂറുകണക്കിന് കുട്ടികൾ നിങ്ങളെ അച്ചീവേഴ്സ് എന്നുള്ള പേര് കൊണ്ട് മാത്രം നിങ്ങൾ പിന്നാലുണ്ട്. അപ്പോൾ നേരത്തെ ഇവിടെ അജിത് സാർ പറഞ്ഞു, നമ്മുടെ ഒരു മോട്ടോ എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ ഈ ഒരു മലയാളിയുടെ ഒരു കുറവ്, അത് നമുക്ക് മാറ്റിയെടുക്കണം. അതിൻ്റെ ഒരു മിഷൻ, നിങ്ങൾ അടുത്തൊരു ഗോൾ, ഇപ്പോൾ ആൾറെഡി നല്ലൊരു ഗോൾ സെറ്റ് ചെയ്ത ആളുകളുണ്ട്, ഇനി മുന്നോട്ട് പോകണം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഗോൾ സെറ്റ് ചെയ്ത ആളുകൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ ഒരു പർപ്പസ് തന്നെ ഒരു പ്രധാന ഏരിയ ആയിട്ട് നമ്മുടെ കുട്ടികളൊക്കെ നിങ്ങളെ പിന്നിൽ കൊണ്ടുവരണം എന്നുള്ളൊരു പ്രധാന മോട്ടോ കൊണ്ടുവരുന്നുള്ള സൂചിപ്പിക്കാനുള്ളത്. ഒപ്പം നന്നായിട്ട് വർക്ക് ചെയ്യുക, നിങ്ങളെ പാരൻസിനെ പ്രൗഡാക്കുക. നിങ്ങൾ റിസൾട്ട് കിട്ടുന്ന ദിവസം എൻ്റെ മകനെ എൻ്റെ മകളെ ഇത്രയും കാലം വളർത്തിയതിന് റൈറ്റ് വേ ആണ് എന്ന് അവരെ തോന്നിപ്പിച്ചാൽ അതായിരിക്കും അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ശരി, നിങ്ങളുടെ ദൈവം ആ ഒരു ഏരിയയിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. താങ്ക് യു.